ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ ഒരു അടിപൊളി ഓപ്പോണന്റ് തന്നെയാണ് എന്തായാലും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇന്ത്യയാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇത് എന്താ പറയുക, മൂന്നാമത്തെ ഇങ്ങനെ മാച്ചാണ് ഇന്ത്യ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ, എന്തായാലും ഒരു വെറൈറ്റി, കാരണം സ്ക്വാഡൊക്കെ അത്യാവശ്യം നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗോളി മാറിയപ്പോൾ തന്നെ കറക്റ്റ് ഗോളി വന്നു ഗൈസ്. മാനുവലിയൂറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒബ്ലാങ്കസ് മാനുവലിയൂർ ഗൈസ്. അപ്പോൾ രണ്ടുപേരുടെയും മാനേജർ ഒന്നാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല, കാരണം ആര് ജയിക്കുമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്ന ഒരു പിടുത്തമില്ല. എന്തായാലും നമുക്ക് കാണാം ഗൈസ്. നമുക്കാണ് ഫസ്റ്റ് ടച്ച് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ബെക്കംബർ കോസ്റ്റേട്ട ടു ഓക്കെ ബാക്കോട്ട് ബെക്കംബർ ടു കേസ്മറോ ടു ബാക്ക് എടുത്തല്ലോ വാൽവർഡ. ഓക്കെ, നെയ്മർ മെസ്സി ടു നെയ്മർ ടു ലെവൻഡോസ്കി ടു വാൽവർഡെ ടു കേസ്മറോ. അറ്റാക്ക് ചെയ്തു ഗൈസ്. മെസ്സി, റൊണാൾഡോ, ആ ഒരു ട്രിയോടെ വർക്കാവുമെന്ന് തോന്നുന്നു. ജെറാഡ്. ഓക്കെ, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നെയ്മർ ഓക്കെ, ഷോട്ടിനുള്ള ചാൻസ്. സലിബ അറ്റാക്ക് ചെയ്തു ഗൈസ്. കിട്ടിയിട്ടുണ്ട് വീണ്ടും ഒരു ചാൻസ്. ഓക്കെ, ലെവൻഡോസ്കി ഫുള്ള് ബാക്കോട്ട് വന്ന വാൽവർഡെ. വീണ്ടും കിട്ടിയിട്ടുണ്ട് ജെറാഡ്. ഓക്കെ, ടു കേസ്മറോ. എംബാപ്പെ സ്പീഡിൻ്റെ ആളായതുകൊണ്ട്. ഓക്കെ, മെസ്സി, റോഡ്രി അറ്റാക്ക് ചെയ്തു. മെസ്സി. ഓക്കെ, നല്ലൊരു ചാൻസ് ഉണ്ട് ഗൈസ്. വാൽവർഡെ, സലിബ. ഓക്കെ, വീണ്ടും ബാക്കോട്ട് മെസ്സി. അറ്റാക്ക് ഗൈസ്. ത്രോയിൻ പോയിരിക്കുകയാണ്. അപ്പം അവർക്ക് കിട്ടിയിട്ടുണ്ട് ബെക്കംബറിന്. ഓക്കെ, ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നോക്കാം സ്കോർ എങ്ങനെ ഉണ്ടാവുന്നു. ഓക്കെ, ജെറാഡ്. ഓക്കെ, ലെവൻഡോസ്കി നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോന് ഗോളി സീനുണ്ട് കിട്ടും. മെനോറാണ് നമ്മുടെ പണ്ടത്തെ ഗോളിയാണ് ഗൈസ്. ജെറാഡ്. നമ്മുടെ ഗോളിന് പറയുമ്പോൾ തന്നെ ഗോള് തന്നെ നമുക്കൊരു ഭാര്യയായി വന്നു തോന്നുന്നു. ഓക്കെ, നെയ്മർ വരുന്നുണ്ടല്ലോ, കത്തിക്കയറി ഗൈസ് വരുന്നുണ്ട്. സൈഡ് റോഡ്രിഗർ. ഓക്കെ ഗൈസ്, അപ്പോൾ കിട്ടിയിട്ടുണ്ട് കേസ്മറോ ടു ബെക്കംബർ ഗൈസ്. എന്താണ് മോനെ എംബാപ്പെ. ഓക്കെ, കേസ്മറോ, റോഡ്രി, കേസ്മറോ, റൊണാൾഡോ, മെസ്സി. ഷോട്ട് അടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഗൈസ്. ഒബ്ലാങ്ക് കിട്ടോ. ഇതിപ്പോൾ കോസ്റ്റേട്ടാ എന്തായാലും നമ്മുടെ ഇത് കാത്തു. ലെവൻഡോസ്കി ഗൈസ്. നമ്മളിപ്പോൾ ലെവൻഡോസ്കിനെ സാലേനെയും പുതിയ എടുത്തായിരുന്നു, നമ്മുടെ പണ്ടത്തെ. അപ്പം അതാണിപ്പോൾ കളിക്കുന്നത് ഗൈസ്. എന്തായാലും അറ്റാക്കിങ് കുഴപ്പമില്ല. ജെറാഡ്. ഓക്കെ, മെസ്സി. കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ്. ലെവൻഡോസ്കി ഒരു ക്രോസിനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മെസ്സി. ഗൈസ്, നെയ്മറിന്റെ ക്രോസ് എടുത്ത കറക്റ്റ് കാണിക്കാനായി പോയല്ലോ ഗൈസ്. പണി പാടിയല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഒരു ചാൻസ് വന്നിട്ടുണ്ട് എംബാപ്പയ്ക്ക്. ഗൈസ്, അറ്റാക്കിങ് നടക്കുന്നു. എംബാപ്പെ എൻ്റെ മോനെ. ഗൈസ്, നമ്മുടെ ഗോളില്ലെന്ന് ഇപ്പോൾ പണി പാടിയല്ലോ കേട്ടോ. ഗോള് കയറിയതിന് ഒരു കോർണറിലേക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് ഗൈസ്. അപ്പോൾ എന്താണ് ഒരു പിടുത്തമില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, മെസ്സി ടു മെസ്സി. പുതിയ ബാക്കാട്ടോ ഒറിജിനൽ. എൻ്റെ മോനെ ഗോൾ. ഗൈസ്, ഇതൊരു മാജിക് ഗോൾ തന്നെ കേട്ടോ. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു ഗോളിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക ഗൈസ്, നമ്മുടെ മെസ്സി പുതിയ ബാക്കാണ്. ഞാൻ കണ്ടപ്പോൾ ഇപ്പോഴത് പറഞ്ഞിട്ട് അർജന്റീന ബാക്കാണ് നമ്മൾ ഓപ്പണിൻ്റെ എടുത്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ പണ്ടത്തെ ബൂട്ട് കേസിംഗ് അല്ലാത്തൊരു മെസ്സിനെ എടുത്തിരിക്കുന്നത് 100 ഗൈസ്. അപ്പോൾ രണ്ടുപേരിൽ ആരാണ് എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. വാൽവർഡെ ഏകദേശം രണ്ടുപേരുടെ ഒരേ മാനേജർ ആയതുകൊണ്ട് കളികളൊക്കെ ഏകദേശം ഒരേ ടൈപ്പാണ് ഗൈസ്. ലെവൻഡോസ്കി. അപ്പം ആരാണോ നല്ലൊരു ഇത് കിട്ടിയത് അതാണ് അടിച്ച് കയറുള്ളൂ. ജെറാഡ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓക്കെ, സലിബ ഒരു പ്രശ്നമായല്ലോ ഗൈസ്. നെയ്മർ അവിടെ നിന്ന് ഷൂട്ട് എടുക്കാൻ തോന്നുന്നു. ഹാഫ് ടൈം ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഇനി ഹാഫ് ടൈമിന് ശേഷം ആർക്കാണ് ഭാഗ്യം വരുന്നത് ഒരു പിടുത്തമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. എന്തായാലും റാഷ്ഫോർഡിന് ഞാൻ ഇട്ടാലൊന്നുണ്ട്. അതാ നമ്മുടെ 100 സ്ഥലമുണ്ട്. ഇതാർക്ക് വേണ്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഫോറിനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ നമ്മളായിട്ട് കളിച്ചിട്ട് ഏകദേശം ഒരു 300 കോയിനുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്കാൻ വെച്ചില്ല. എന്തായാലും അപ്ഡേറ്റ് വന്നതിന് ശേഷം അപ്ഡേറ്റ് അല്ല, എന്തായാലും പുതിയ പാക്ക് വന്നതിന് ശേഷം നമുക്ക് കറക്കിയെടുക്കാം. നോക്കിയിട്ട് വേണോ. എപ്പിക്ക് എനിക്ക് കറക്കാൻ അത്ര തോന്നുന്നില്ല, കാരണം എപ്പിക്ക് കറക്കിയിട്ട് ഇപ്പം കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. റോഡ്രി, നെയ്മർ ടു റൊണാൾഡോ ഗൈസ്. പണി പാടുമോ. വാൽവർഡെ. ഓക്കെ, കോസ്റ്റേട്ട വരുന്നുണ്ട് ഗൈസ്. ഗോളി നമ്മൾ അവിടെ രക്ഷിച്ചു. എംബാപ്പെ ഒരു ഷോട്ട്. കേസ്മിറോ. ഓക്കെ, ഫോറൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ലൊരു ചാൻസ് കയറില്ല. സലിബ.
ഈ റുഡ്രിഗറിനെ പോലെ തന്നെയുള്ള സലിബോടൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ നമ്മള് കാരണം ജെറാഡ് ഓക്കെ നല്ലൊരു ചാൻസ് വീണ്ടും കിട്ടിയിട്ടില്ല. കിട്ടി വാൽവരുടെ മെസ്സി ടു നല്ലൊരു ചാൻസ്. റൊഡ്രി ഗൈസ് എംബാപ്പെ എടാ ഇതെന്താ മെസ്സി എംബാപ്പെ ഫുൾ എടാ ഈ നെയ്മർ ആള് പോലില്ല. ആ മെസ്സി കെട്ടിയിട്ടുണ്ട് ഗൈസ് നല്ലൊരു ചാൻസ്. ഓക്കെ മെസ്സി ടു ബെക്കംബർ ഗൈസ് പാസ് ഒന്നും പോകുന്നില്ലോ. ഹെർണാണ്ടസ് ഇതൊന്നും നമ്മുടെ മാച്ചിന് പറ്റിയ എംബാപ്പെ എടാ പണി പാണിക്കല്ലേ എംബാപ്പെ ഗോള് ഏട്ടാ ഗൈസ് ഡിഫൻസ് പൊട്ടിയെന്ന് തോന്നുന്നു പണി പാളിയെന്ന് തോന്നുന്നു. ഗൈസ് ഇതെന്താ എനിക്ക് തോന്നുന്നു റേഞ്ചിനെന്താ പ്രശ്നം പറ്റിയോ ചെറുതായിട്ട് മാച്ച് ഇതാവുന്നുണ്ടല്ലോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മൾ ക്രോസിനെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാർക്കിനസിന് ഇട്ടാലോന്നുണ്ട് നല്ലൊരു ഡിഫൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഗൈസ് ഇന്ത്യ ഇപ്പോൾ ആദ്യം ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ല ഗൈസ് ഈ ഒരു മാച്ച് നമുക്ക് കണ്ടറിയാം. റാഷ്ഫോർഡ് ടു ജെറാഡ് ടു വാൽവerde ടു കിമ്മിച്ച് എടൈ മെസ്സി ഗൈസ് ഇത് റൊണാൾഡോ വാൽവerde ഓക്കെ കിട്ടിയിട്ടുണ്ട്. കോസ്റ്റേട്ട ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ക്രോസ് കോസ്റ്റേട്ട ഓക്കെ ഫോറിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ത്രോ നമ്മൾ ചെയ്യാം ഗൈസ്. അപ്പോൾ 64 മിനിറ്റ് ആയിട്ടുണ്ട് ഇതുവരെ ഒരു ഇതും ഓഫ് റൊണാൾഡോ ക്രോസ് വാൽവerde ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ജെറാഡ് സലിബ ഗൈസ്. അപ്പോൾ വീണ്ടും മെസ്സി ടു റൊണാൾഡോ. ഓ അടുത്ത ഗൈസ് പണി പാളിയെന്ന് തോന്നി എംബാപ്പെ ഗോളി ഏട്ടാ സീന് അടിച്ച് ഗൈസ് ഇന്ത്യ അപ്പോൾ രണ്ടാമത്തെ ഗോളും അടിച്ചിട്ടുണ്ട് ഗൈസ്. പണി പാളിയാണ് ഇതെന്താ പറ്റിയ റാഷ്ഫോർഡ് ഓക്കെ ജെറാഡ് വാൽവerde ഗൈസ് കളിക്കെന്തോ പറ്റി വാൽവerde ടു മെസ്സി എടാ ഇതെന്താണ് പറ്റിയത്. കിമ്മിച്ച് ഹെർണാണ്ടസ് ഗൈസ് ഇതൊരു പണി പാടില്ല. മെസ്സി എടാ ഇതെന്താ ഡിഫൻസ് ഒന്നും അവിടെ ഇല്ലാത്ത ആരുമില്ല. മാർക്കിനസ് അതാ അടുത്ത പ്രശ്നം. ഉഫ് ഗൈസ് എംബാപ്പെ ഓക്കെ എടാ കിട്ടിയിട്ട് അടിക്കുന്നത് എന്താ ഇതെന്നെ ഗൈസ് ഇതിപ്പോ പണിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. റൊണാൾഡോ ഈടായി ഗോള് എന്റെ ഗൈസ് ഹാഫ് ടൈമിന് ശേഷം എന്താ സംഭവിച്ചത്. ഇപ്പൊ കളി മൊത്തം പോയല്ലോ ഗൈസ്. ഇന്ത്യ ഇപ്പൊ 3 ഗോളെല്ലാം അടുപ്പിച്ചടിച്ചത് ഗൈസ്. ഇനിയെങ്കിലും നമുക്ക് ഒരു ഗോളെങ്കിലും അടിക്കണം. ഞാൻ അടുത്ത പരിപാടി റൊണാൾഡോ ഇതെന്താ കാണിക്കുന്നത് മാർക്കിനസ് ഇതെന്ത് കളിയത്. ജെറാഡ് ഫോറൻ ഓക്കെ റാഷ്ഫോർഡ് വാൽവerde നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫോറൻ ഇതൊരു ഗോളാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഫോറൻ ഗൈസ് വാൽവerde കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ഓക്കെ ജെറാഡ് ടു ക്രോസ് ടു റാഷ്ഫോർഡ് കിട്ടിയിട്ടുണ്ട്. റാഷ്ഫോർഡ് ഗോള് ഗൈസ് വിക്ടറി അറ്റ് ഓൾ കോസ്റ്റ് ഗൈസ്. ഇതാണ് നമ്മുടെ മാച്ച് ഗൈസ്. പക്ഷെ ഒരു ഗോള് നമ്മൾ അടിച്ചിട്ടുണ്ട്. 87 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഹാഫ് ടൈമിന് ശേഷം എന്താ സംഭവിച്ചത് ഒരു പിടിയില്ല. വല്ലാത്തൊരു മാച്ചായി പോയല്ലോ ഇന്ത്യ ഗൈസ്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. വല്ലാത്തൊരു കമ്പാക്ക് കിട്ടും. അത് എന്താ ഞാൻ വിചാരിച്ചില്ല ഇവന്മാർ ഇങ്ങനെ കയറി വരുമെന്ന് ഗൈസ്. എന്താ പറ്റിയെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേനും കയറി കളിച്ചവന്മാർ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബ്രൂണോനെ ഇറക്കിയാലോ സലേനെ ഇറക്കാം. മെസ്സിൻ്റെ ഇത് തീർന്നു എനർജി ഏകദേശം തീരാനായി ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്ത്യ വെൽ പ്ലേഡ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്. അപ്പം എനിക്ക് തോന്നുന്നു ഡിഫൻസ് നമ്മുടെ പൊട്ടിയിട്ടുണ്ട് നല്ലോണം. അതാണ് പണിപാളിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്താ പറയുക ഒന്നുമില്ല. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചു വരാം. എന്തായാലും നോക്കട്ടെ ഗൈസ്. കുറച്ച് ടൈമുണ്ട്. പെട്ടെന്ന് അടിച്ചാൽ നമുക്ക് ഗോൾ കയറാം. ബെക്കംബർ ടു ഹെർണാണ്ടസ്. ഇനി ഗൈസ് ഇവര് ഉരുട്ടി അങ്ങോട്ട് കളിക്കുള്ളൂ ഗൈസ്. കിട്ടിയിട്ടുണ്ട് വാൽവerde ബെല്ലിംഗം ഓക്കെ കോസ്റ്റേട്ട ക്രൂസ് ടു മെസ് അല്ല ഫോറൻ ടു ഗൈസ്. ഇതെന്താ പറ്റിയ റൊണാൾഡോ അടുത്ത് റുഡ്രിഗർ ഓക്കെ മാർക്കിനസ് ആളില്ലാത്തടത്തൊക്കെയാണ് അടിച്ചു വിടുന്നത്. റൊണാൾഡോ ഗൈസ് കിട്ടിയിട്ടുണ്ട് ഷോട്ട്. മാർക്കിനസ് ഓക്കെ റോഡ്രി ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മാച്ച് നമ്മൾ വിചാരിച്ചില്ല ഹാഫ് ടൈമിന് ശേഷം അതും ഒരു 60 മിനിറ്റിന് ശേഷം എന്തൊക്കെയാ സംഭവിച്ചത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇന്ത്യ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല
അതപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത മാച്ച് അടിപൊളിയായിട്ട് വരാം. എന്തായാലും ഇന്ത്യ ഈ മാച്ച് ജയിച്ചു. അതപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ, ബൈ.